നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് രമേശ് ചേട്ടൻ വിശ്വസിക്കില്ല. എന്താണ്? നമ്മുടെ ഈ വേദിയിലേക്ക് ഒരു DJ കടന്നു വരാൻ പോകുന്നു. DJ B. ഒരുപാട് പെൺകുട്ടികളുടെ പേരുകൾ ഈ പ്രായത്തിനിടെ കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി എന്നാണ് ഞാൻ വിചാരിച്ചത് പേര് കേട്ടപ്പോൾ. കാരണം DJ എന്നൊക്കെ ഇപ്പൊ പേരിടാൻ സാധ്യതയുള്ള പേരാണ്. ഒരു 10-30 വർഷം മുമ്പ് DJ എന്ന് പേരിട്ട ആ അച്ഛനും അമ്മയ്ക്കും ആദ്യം എന്റെ പ്രണാമം ഈ അവസരത്തിൽ ഞാൻ കൊടുക്കുകയാണ്. കൈ കൊടുക്കോ? നിങ്ങൾ തമ്മിൽ കൈ കൊടുക്കുമ്പോൾ വേറെ ബന്ധം കൂടെ ഉണ്ട്. അറിയാമോന്ന് അറിയിച്ച് കയറുന്നുള്ളൂ. അറിയാമോന്നറിയില്ല, ഈ പുള്ളിക്കാരത്തി നന്ദിനി കേരളത്തിലെ ചുരുക്കം ചില ഫീമെയിൽ DJകളിൽ ഒരാളാണ്. അത്യാവശ്യം കല്യാണം കാതുകുത്ത് 28 കെട്ടിന് DJ വേണമെന്നുണ്ടെങ്കിൽ നന്ദിനിയെ ഞാൻ ഒത്തിരി ഫീമെയിൽ DJസിനെ കണ്ടിട്ടില്ല. ചേച്ചിയാണ് ഞാൻ കണ്ടിട്ടുള്ള ഫീമെയിൽ DJസിലെ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ഫീമെയിൽ DJ വി ശ്രീദേവി എന്നെങ്ങാനിട്ടത് ആദ്യം കേട്ടത് തെറ്റിപ്പോയതാണോ? ഡീജ എന്നാണ്. ഞാൻ വിചാരിച്ചു, കാരണം ഈ ലോകത്തുള്ള മൊത്തം പെണ്ണുങ്ങളുടെ സ്ത്രീ നെയിമുകളിൽ പെൺ പേരുകളിൽ അവസാനത്തെ അക്ഷരം A എന്നുള്ള അക്ഷരമാണ്. 80% പണ്ട് നന്ദിനിയാണ്, ഭൂരിപക്ഷത്തിന്റെയാണ് പറഞ്ഞത്. ഷീല, ശാരദ, റോമ, ഭാമ, സീമ, കാവ്യ, നവ്യ, ഭാവന, ശോഭന, സാന്ദ്ര, ഏത് വേണമെങ്കിലും എടുത്തു. ഈ അവസാനത്തെ അക്ഷരം A ആയിരിക്കും. 80% ഷക്കീല, മറിയ, രേഷ്മ, ഏത് വേണമെങ്കിലും എടുത്തു. എല്ലാം അവസാനം A അവസാനിക്കുള്ളൂ. നന്ദിനി ഇടാൻ വേണ്ടിട്ടാ. അവർക്ക് ഇത് തന്നെ പറ്റി. ഇനി ഇതിൽ കൂടുതൽ വേറിൽ ഇനി എന്തോ പറ്റാനാ? പറ്റിയത് പറഞ്ഞ കാസർഗോഡ് നീലേശ്വരം. അവിടുന്ന് ഒരു നടിയുണ്ട് സിനിമയില്, ഭാവന. കാവ്യ എവിടെയാണോ? ആഹാ, കണ്ടിട്ടുണ്ടോ ഇതുവരെ പുള്ളിക്കാരത്തിനെ? എത്ര നാള് കണ്ടിട്ടുണ്ട്? ഒരുപാട് കണ്ടിട്ടുണ്ട്. SSLC ടൈമിലൊക്കെ കണ്ടിട്ടുണ്ട്. SSLC ടൈമിൽ നിങ്ങൾ ഒരു സ്കൂളിലാണോ പഠിച്ചത്? അല്ല, ഞാൻ വേറെ സ്കൂളിലാണ്. ഈ പേരിട്ടതിന് അച്ഛനോട് അമ്മയുടെ എപ്പോഴെങ്കിലും വഴക്കിട്ടിട്ടുണ്ടോ? ഇല്ല, സന്തോഷമേ ഉള്ളൂ. ഈ പേര് സന്തോഷം മാത്രമല്ല, രക്ഷപ്പെട്ടുകൊണ്ടാ. വല്ല സന്തോഷനോ സുരേഷനോ ഒക്കെ ആണെങ്കിൽ അനുഭവിച്ചേനെ. അല്ലെ, കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒരുപക്ഷെ ദീജാന്ന് എനിക്കായിരിക്കും. കാസർഗോഡ് ജില്ലയിൽ ഇന്ത്യയിൽ തന്നെ ഒരാൾക്ക് മുന്നോട്ട് നിൽക്കും. ഇന്ത്യയിൽ തന്നെ ഒരാൾക്ക് മാത്രമേ ഇങ്ങനൊരു പേരുള്ളൂ. പെട്ടെന്ന് അറിയപ്പെടാം. ദീജ എന്ന് പറഞ്ഞാൽ പിന്നെ ഓക്കെ. ഒരു ദീജ എന്ന് പറഞ്ഞാൽ മറ്റൊരു ദീജ ഇല്ല. അടുത്ത ആളെ വിളിക്കൂ. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് തൃശ്ശൂരിൽ നിന്നും മനു ഹരിദാസ്. ലുക്ക് എങ്ങനെയുണ്ട്? ആരൊക്കെ ചേർന്നതാണിത്? ഇത് ഞാൻ പറയാം. ലാലേട്ടനുണ്ട്, വിനീത് കുമാറുണ്ട്, പിന്നെ വിക്രത്തിന് പഴയ ക്രിക്കറ്റ് കളിക്കാരൻ അജിത് അഗാർക്കറിൽ ഉണ്ണി മുകുന്ദന്റെ കൂട്ടുകാരനായിട്ട് അങ്ങനെയൊക്കെ എല്ലാരും 1% വീതം ചേർന്നിരിക്കണത്. മീശയൊക്കെ തിരുമ്പി മേലിലോട്ട് കയറ്റുന്നത്. ഇത് ശരിക്കും എങ്ങനെ എന്തിലാ ഇവിടെ കാണുന്നത് അറിയാമോ? ഇതുപോലത്തെ മുഖം. ഷർട്ട് മേടിക്കുവാണെങ്കിൽ ഷർട്ടിന്റെ പെട്ടിയിൽ ഇതുപോലെ ഒരാളുടെ മുഖം ഉണ്ടാവും. ബൈക്കൊക്കെ ആയിട്ട് നിർദ്ദേശിച്ചിട്ട് ഇല്ലേ, ഷർട്ടിന്റെ പെട്ടി, ബനിയൻ, അകത്തിടുന്ന ബനിയനൊക്കെ മേടിച്ചാൽ ഉറപ്പായിട്ടും, ഞാൻ ബനിയൻ വരെ പറഞ്ഞെങ്കിൽ നിർത്തി എന്നുള്ളതുള്ളൂ, സംഗതി മനസ്സിലാവും. ആ സെറ്റപ്പിൽ പെട്ട എല്ലാത്തിനും പരിചയത്തിൽ ഇതുപോലെ ഒരാളുടെ മുഖം നിർബന്ധമായിട്ടുണ്ടാവും. ഉറപ്പായിട്ടും വിജയിക്കട്ടെ. ഒരു രക്ഷയില്ലെന്ന് തോന്നുന്നു, കുറെ രക്ഷ കഴിച്ചു കിട്ടിയിട്ടുണ്ടല്ലോ. ഇതിന് വേണ്ടിട്ട് ഓൾറെഡി ഞാൻ പണ്ട് സിനിമ കിട്ടാൻ വേണ്ടി ഒരു ചരട് കെട്ടി കയ്യിൽ, ഇതുപോലെ പ്രാർത്ഥിച്ചു. അപ്പൊ ഒരു മന്ത്രവാദി പറഞ്ഞു, നിങ്ങൾക്ക് ഒരുപാട് സിനിമയൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ ചരട് കെട്ടി തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയിട്ട് വീരപുത്രൻ എന്ന് പറഞ്ഞൊരു പടത്തിൽ അഭിനയിച്ചു. അതിലൊരു മുസ്ലിം ക്യാരക്ടറാണ്. ഞാൻ 10-20 സീനൊക്കെ അഭിനയിച്ചു കഴിഞ്ഞ് പടം ഇറങ്ങിയപ്പോൾ ഒന്നുമില്ല. ഞാൻ ചോദിച്ചപ്പോൾ പറയാ മുസ്ലിം ആയിരുന്നു, പക്ഷെ അവസാനം നോക്കിയപ്പോൾ നിന്റെ കൈ ചരട് കിടക്കുക, ഗ്രാഫിക്സ് ചെയ്യണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വേണം ചരട് ഇടാൻ, അതിലും ഭേദം നിന്റെ സീൻ കട്ട് ചെയ്ത് കളയുമായിരുന്നു. അങ്ങനെ മൊത്തം സിനിമയ്ക്ക് വേണ്ടി കിട്ടിയ ചരട് കൊണ്ടുള്ള സിനിമയിലെ എല്ലാ സീനും പോയി ഒരു കഥാഭാഗ്യനാണ് ഞാൻ. നമുക്ക് അതുപോലെ വല്ല ഭാഗ്യം ഇവിടെ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, അടുത്തതായിട്ട് ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് പാലക്കാട് നിന്നും രമണി. തന്റെ ഡ്രസ് ഡിസൈൻ ചെയ്ത ആളുടെ പേരെന്തായിരുന്നു? ഇത് ടിയാമറിയാണോ? No. When who is that? ഒറ്റപ്പാലം. It is ഒറ്റപ്പാലം. ഒറ്റപ്പാലം ഡിസൈനിങ്. It is very enthusiastic. Thank you. Oh, I am also very glad with this. എന്ത് ചെയ്യുന്നു ഇപ്പം? ഹൗസ് വൈഫ് ആണോ? ഇക്കണക്കിന് സിനിമ നടിയായിരുന്നെങ്കിൽ എന്തായാലും. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും അഭിനയിച്ചു? ഒച്ചത്തിൽ സംസാരിക്കും. ഏതെങ്കിലും വേറെ വരിക്കാശ്ശേരിമേന്റെ അടുത്താണ് വീട്. അപ്പൊ അവിടെ ഷൂട്ടിങ്ങിന് വരുമ്പോ അവരുടെ കൂടെ ഓഡിയൻസ് ആയിട്ട് ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഗ്നി നക്ഷത്രത്തിന്റെ ബിജുമേനന്റെ കുട്ടിയുടെ 28-ന് ആനയുടെ അടുത്ത് ഇപ്പുണ്ട്. പിന്നെ രാവണപ്രഭുവില് രേവതി മരിച്ചു കിടന്നില്ലേ, അപ്പൊ കരയാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. രാവണപ്രഭുവില് രേവതി മരിച്ചു കിടന്നപ്പോ ഇരുന്ന് കരഞ്ഞ ആളായി നിൽക്കുന്നത്. നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കാം. ഇനി ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇനി ടിവിയിൽ അത് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം, എന്നെങ്കിലും മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. എന്നെ ഇതുപോലെ ഒരു പടത്തിൽ സെന്റർ ആർട്ടിസ്റ്റ് ആയിട്ട് വിളിച്ചാണ്. സെന്റർ ക്യാരക്ടർ എന്ന് പറഞ്ഞു ചെന്നപ്പോ 1000 പേരുടെ സെന്റർ ഞാൻ ഒരു കാര്യമില്ലാണ്ടായി പോയി. അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിച്ചോളൂ. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് കൊല്ലത്ത് നിന്നും ശരൺ എ.
ശരൺ എന്ത് ചെയ്യുന്നു ശരനെ? ഞാൻ LLB സ്റ്റുഡന്റ്. LLB സ്റ്റുഡന്റ് ആണ്. ഏത് വർഷമാണ് ഇപ്പൊ പഠിക്കുന്നത്? സെക്കൻഡ് ഇയർ. ഇനി 3 വർഷം കൂടെ കഴിഞ്ഞാലല്ലേ ഫുൾ വക്കീലാവാൻ പറ്റുള്ളൂ. തുടർന്ന് വക്കീല് പഠിച്ച ഒരുപാട് പേര് പിന്നെ വക്കീലല്ലാത്ത, ഞാൻ ഒരുപാട് ഇലക്ഷൻ വരുമ്പോൾ സ്ഥാനാർത്ഥികളിൽ ഒരുപാട് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കൊണ്ടുവന്നത് ജോലി അഡ്വക്കേറ്റ് ആണ്. മമ്മൂക്ക അഡ്വക്കേറ്റ് ആണ്. വേറെ കുറെ ആൾക്കാർ വക്കീൽ പഠിത്തതിന് ശേഷം വേറെ ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വക്കീലായിട്ട് തന്നെ തുടരാനാണോ ഒരു സംഭവം, അതോ ഇതായിട്ട് നിൽക്കാനാണോ? ഇൻഡിപെൻഡന്റ് കോഴ്സ് അല്ലേ, അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും ആ ഫീൽഡിൽ തുടരാം. വേറെ എന്തും ഇതുവരെ എപ്പോഴെങ്കിലും ഈ വക്കീലന്മാർ എന്തിനാണ് കറുത്ത കോട്ടിടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ലുക്ക് കിട്ടാൻ വേണ്ടിയായിരിക്കും. ലുക്ക് കിട്ടാൻ വേണ്ടിട്ടോ? എന്നാ വേറെ ലുക്ക് കിട്ടാണെങ്കിൽ ഒരു വക്കീല് ചുമലയും മറ്റേ വക്കീല് പച്ച അടിച്ചു തന്നപ്പോ നല്ല കിടലായിട്ട് ലുക്ക്. നമ്മള് കോടതി വരുമ്പോഴേ പ്രതികളെയൊക്കെ ഒന്ന് പേടിപ്പിച്ചു നിർത്താലോ. പ്രതികളെ പേടിപ്പിച്ചു നിർത്താൻ, അതാണ് ഇതിന്റെ കാരണം. അല്ല, ഞാനായിട്ട് ഉണ്ടാക്കിയതാണ്. അത് ഇത് ഈ 5 വർഷത്തിൽ എപ്പോഴെങ്കിലും ഈ കറുപ്പിനെ കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കുവോ? അതറിയാം, ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. എന്നാലും അതിനൊരു കാരണമുണ്ട്. എനിക്കറിയാൻ പാടില്ല, അറിയാൻ ഞാൻ ചോദിക്കുവോ? അത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, അല്ലാതെ അങ്ങനെ കറുപ്പായിട്ട് വെക്കൂല. നമുക്ക് ഇന്നിവിടെ ഞാൻ പല ഘട്ടങ്ങളിലും ഇതിന്റെ സെക്ഷൻ ഏതാണെന്ന് ചോദിക്കും. ഔട്ടായി പോകുന്നതിന്റെയും തിരിച്ചു വരുന്നതിന്റെ എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരണം. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. ഇനി അടുത്ത മത്സരാർത്ഥി വിളിച്ചോളൂ. നമ്മുടെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ് കോട്ടയ്ക്കൽ മറ്റത്തൂര് നിന്നും ഹാഫിസ് KP. ഹാഫിസ് അല്ലേ? എന്താ ഹാഫ് ആയത്? ഞാൻ ഹാഫ് അല്ല, ഫുള്ള് തന്നെയാണ്. ഹാഫിസ് എന്നോട് വരുന്നതിന് കേറുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണ് ഹാഫിസ് പറഞ്ഞത്? ഹാഫിസ് ശരി, വേറൊരാൾ പറയുന്നതല്ല നമ്മുടെ നാടിനെ കുറിച്ച് നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പൊ നാടിനെ കുറിച്ച് പറയാനാ പറഞ്ഞത്. നാടിനെ കുറിച്ച്. അപ്പൊ തിരുവല്ലക്കാരനാണ് ഇത്? അല്ല, മറ്റത്തൂരുകാരൻ. മറ്റത്തൂരുകാരനെ കുറിച്ച് അപ്പം നല്ലത് പറയണേന്ന് ഓൾറെഡി ഇതൊന്ന് എടുത്തു പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. മറ്റത്തൂര് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. സുഹൃത്തുക്കളെ, മറ്റത്തൂര് നിന്നും ഇവിടെ പങ്കെടുക്കാനെത്തിയ ഹാഫിസ് ഈ ശബ്ദ പരിപാടിയിലുണ്ട്. ഹാഫിസിന്റെ പേരിൽ 3 അക്കങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് കൂട്ടിയാൽ എത്ര ഉത്തരം? 26. കറക്റ്റ് ആൻസർ. പ്രായം എത്രയാണ്? 26. ഇല്ലേ? അതൊരു ഹിപ്നോട്ടിക്കൽ മാജിക്കൽ ഓഫ് ഡിപ്ലോമസി. കറക്റ്റ്. അതിന് വേറെ പ്രത്യേകതയും കൊണ്ടുണ്ട്. ഇത് പാലിൻഡ്രോം എന്ന് പറയുന്നു. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒരുപോലെ വായിക്കാൻ പറ്റും. ഇനി തിരിച്ചിട്ടാൽ അത് 686 ആവും. ഈ ബനിയൻ അലക്കിയിട്ട് അഴയിലോട്ട് ഇട്ടാൽ 686 ആവും. ആ പരുവത്തിലാവും കേട്ടോ. ചെല്ലും. അപ്പൊ ചെല്ലാൻ പറ്റട്ടെ. ഇനിയിപ്പോ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതിന്റെ മുന്നിലുള്ള എപ്പിസോഡുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങളിൽ ഒരാൾ ഇപ്പോൾ ഈ നിമിഷം എന്ന് വെച്ചാൽ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നിന്ന് ഔട്ടായി പോകേണ്ടതുണ്ട്. വളരെ ദുഃഖകരമായ. ചേച്ചി സമയം നോക്കണേ, പോകാൻ ധൃതി ഉണ്ടായിരുന്നോ? അണിപ്പോ ഔട്ടാക്കി വിടുവരെല്ലാം കൂടെ. സമയമൊക്കെ ഈ സമയത്ത് നോക്കല്ലേ, കഷ്ടകാലായി പോകും കേട്ടോ. അപ്പോൾ നിങ്ങളിൽ നിന്നും ഒരാൾ ഔട്ടാകേണ്ടതുണ്ട്. അതാരാണ് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നേരെ പിറകിൽ ഞങ്ങൾ എഴുതിയിട്ടുള്ള 5 നമ്പറുകളിൽ ഓരോ നമ്പറുകളിലേക്ക് ചാടി കയറി ചടപടേന്ന് നിൽക്കുക. ചാടി കയറി നിന്നോളൂ എല്ലാവരും കൂടെ. ചെല്ല്. ആ മൂലക്കിരിക്കുന്ന ത്രികോണമായിട്ടുള്ളൊരു സംഭവം എഴുതാൻ വേണ്ടി എടുക്കുക. അതതിന് വീതിയുള്ള ഒരു പെൻസിലാണത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളുടെ നമ്പർ ഇവിടെ നിന്ന് നോക്കി വെക്കുക, എഴുതുക. 1-ൽ കൂടുതൽ തവണ ആരുടെ നമ്പർ വരുന്നു അയാളാണ് ഈ കളിയിൽ നിന്നും സ്വാഭാവികമായിട്ടും ഔട്ടാകാൻ പോകുന്നത്. ദൈവമേ, അയാൾ എന്നെ ശപിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്പർ എഴുതിക്കോളൂ. ഇനി ഇതിലാരാണ് ഔട്ടാൻ പോകുന്നത് എന്ന് നമ്മളിപ്പോൾ ഇവർ ഈ സ്ലേറ്റ് തിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ ഷോയിലെ തന്നെ ഏറ്റവും വേദനാജനകമായ ഒരു മുഹൂർത്തമാണത്. നമുക്ക് പറയാം. നന്ദിനി, ഇനി നന്ദിനിയുടെ കടമ എന്താണ്? 1 2 3. ഈ സാഹചര്യത്തിൽ ഞാനിപ്പോൾ എന്താ പറയാ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പോയി. ഹാഫിസേ, ഇങ്ങ് പോരെ. എല്ലാരും കൂടെ ചെയ്ത് കണ്ടോ? 3 പേര് 3-ാം നമ്പർ ഹാഫിസിന്റെ നമ്പറാണ് എഴുതിയത്. 3 പേര് കണ്ടോ? കാണിച്ചു കൊടുക്ക്, മറക്കല്ലേ. അല്ല ഞാൻ കള്ളം പറഞ്ഞെന്ന് ഓർക്കും. 3 പേര് ഹാഫിസിന്റെ നമ്പർ എഴുതിയ കാരണം ഈ റൗണ്ടിൽ താൽക്കാലികമായി ഹാഫിസ് നമ്മളോട് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകേണ്ടതാണ്. അപ്പൊ ഇനി നിങ്ങളെല്ലാവരും നിങ്ങളുടെ പോഡിയങ്ങളിലേക്ക് നടന്നോളൂ. ചെല്ലു. ഹാഫിസ് ഇവിടെ നിൽക്കൂ. വലിയ സ്വാർത്ഥന്മാരുടെ ലോകമാണിത്. കാരണം എല്ലാവരും എനിക്ക് സമ്മാനം കിട്ടണം, എനിക്കിത് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ചുരുക്കം ചില ആൾക്കാർ എൻ്റെ സമ്മാനം മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഹാഫിസ് ആദ്യം പറഞ്ഞത് ഞാനിവിടെ വന്നത് തന്നെ എൻ്റെ നാടിനെ പ്രശസ്തിയാക്കാൻ വേണ്ടിയാണ്, എൻ്റെ നാടിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയാണ് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായി നാടിനെ സ്നേഹിക്കുന്ന
നാട്ടുകാർ സ്നേഹിക്കുന്ന ഒരാളാണ് ഹാഫിസ്. ഹാഫിസേ, ഓക്കെ. ഇവരോട് ഹാഫിസിന് എന്താ ഇപ്പൊ പറയാനുള്ളത്? ഹാഫിസ് അത് പറയും. ആയുഷ്മാൻ ബാബ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അദ്ദേഹം ഒരു 1 വീക്കുള്ള അബുദാബി പോവാണ്. ആളൊരു ഇങ്ങനെ ഇരുന്നോട്ടെ, പക്ഷെ ആള് അഗ്രികൾച്ചറിൽ ഒരു ജോബ് കിട്ടിയിരുന്നു. അഗ്രികൾച്ചറിൽ ജോബ് കിട്ടി ഒരാഴ്ചക്ക് അബുദാബിക്ക് പോകണോ? ഹാഫിസ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാമിന് അവിടെ വരാറുണ്ട്. ഇനി ഞാൻ പ്രോഗ്രാമിന് ഹാഫിസ് ഈ പേരും പറഞ്ഞ് ഇയാളാണെന്ന് പറഞ്ഞ് എന്നെ കാണാൻ വരണം. ഹാഫിസിന് ഫ്രണ്ട് റോയിൽ ഞാനൊരു സീറ്റ് തരും. എന്റെ പ്രോഗ്രാം കാണും. ഉറപ്പല്ല. ഈ ആങ്കേഴ്സ് ഒക്കെ ചുമ്മാ അങ്ങോട്ട് പറയും, പിന്നെ ഒരു മൈൻഡ് ഉണ്ടാവില്ല. ഒരിക്കലും അല്ല. അല്ലല്ല ഹാഫിസേ, ഞാൻ ഹാഫിസിന് ചെയ്തു തരാൻ പറ്റുന്ന ഒരു കാര്യം, ഫ്രണ്ടിലൊരു സീറ്റ് എന്ന് പറയുന്നത് എനിക്ക് തരാൻ പറ്റുന്ന കാര്യമാണ്. ഹാഫിസിനോട് ഞാൻ വെറുതെ ആസിനെ അവിടെ കൊണ്ടുപോവാ ഇവിടെ കൊണ്ടുപോകുന്നൊന്നുമല്ല പറയുന്നത്. ഷോയ്ക്ക് വരുമ്പോ ഹാഫിസ് വരിക, ഫ്രണ്ട് സീറ്റിൽ ഹാഫിസിന് ഞാനൊരു സീറ്റ് തന്നിരിക്കും. പക്ഷേ എനിക്ക് 150% ഉറപ്പാണ് അങ്ങനെ നടക്കാൻ പോണില്ല. ഏത് ഓഫീസ്, എവിടുന്ന്, ഏത് ഹോം മിനിസ്റ്റർ, എന്ത് അമൃത എന്നൊക്കെ കേൾക്കാനും അന്ന് പറയാൻ പറ്റില്ല. ഇനി ഞാൻ ചെറിയൊരു കാര്യം ഇവിടെ പറയാണ്. വെറുതെ അല്ല എല്ലാരും കൂടെ പേരെഴുതിയത്. നിന്നിരുന്നെങ്കിൽ ഇതിന്റെ അവസാനം വരെ ഞാൻ സഹിക്കേണ്ടി വന്നേനെ. നല്ലത് ചെയ്യാന്ന് വിചാരിച്ച എനിക്ക് ഇത് തന്നെ കിട്ടണം. പക്ഷെ ഞാൻ ഹാഫിസിന് ഒരു സാധനം തരും, അത് ഉറപ്പായിട്ട് തന്നിരിക്കും. ഞാനൊരു ഗിഫ്റ്റ് തരും. ഇത് ആങ്കർമാര് വെറുതെ പറയുന്നതല്ല, ഒരിക്കലും വെറുതെ പറയില്ല. ഒരിക്കലും കൊടുക്കുന്നല്ല. ആ ഗിഫ്റ്റ് എടുത്തു കൊടുക്ക്. താങ്ക് യു ഹാഫിസ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഹാഫിസ്. താങ്ക് യു വെരി മച്ച്.